വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ പ്രാക്ടിക്കൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ബിനു ഒബ്റ്റെയിൻഡ് ദി ഫോളോയിങ് സ്കോർസ് ഔട്ട് ഓഫ് 100 ഇൻ ഹിസ് എക്സസസ് എക്സാമിനേഷൻ മാർച്ച് 2017. 2017 എക്സാമിനേഷനിൽ ബിനു എന്ന് പറയുന്ന കുട്ടിക്ക് കിട്ടിയ മാർക്കാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ മാർക്കിനെ ഗ്രേഡാക്കി കൺവേർട്ട് ചെയ്യണം. ഗ്രേഡാക്കി കൺവേർട്ട് ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 90 to 100 മാർക്കാണെങ്കിൽ എ പ്ലസ്, 80 to 89 ആണെങ്കിൽ എ, 70 to 79 ആണെങ്കിൽ ബി പ്ലസ്, 60 to 69 ആണെങ്കിൽ ബി. അത്തരത്തിൽ വേണം ഈ മാർക്കുകളെ ഗ്രേഡാക്കി മാറ്റാൻ വേണ്ടി. അപ്പോൾ അതിനുള്ള പ്രൊസീജിയർ നമുക്ക് ബ്ലോഗിൽ സന്ദർശിച്ച് കഴിഞ്ഞാൽ കിട്ടും. www.manojmelekandi.blogspot.com. നമുക്കിതെങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം ലിബർ ഓഫീസ് കാൽക്ക് ഓപ്പൺ ചെയ്യുക. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഗ്രേഡ് എന്ന് പറയുന്ന കോളത്തിലാണ് നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അത് കൊടുക്കുക മാത്രമേ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതായിട്ടുള്ളൂ. മൾട്ടിപ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടത്. നമുക്ക് ആദ്യം സിമ്പിളായിട്ടുള്ളൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. അത് ഡെവലപ്പ് ചെയ്ത് അത് മൾട്ടിപ്പിളിലേക്ക് നമുക്ക് പോകാം. എന്നാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് തോന്നുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ സെല്ലിൽ C2 എന്ന് പറയുന്ന സെല്ലിൽ ആദ്യത്തെ ഗ്രേഡ് സെറ്റ് ചെയ്യുക. ഈക്വൽ ടു ഈഫ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഈ സ്കോറാണ്, B2ലെ സ്കോറാണ്. അപ്പോൾ B2 ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90, 90 അതിൽ കൂടുതലോ ആണെങ്കിൽ കോമ നമുക്കവിടെ വരേണ്ടത് എ പ്ലസ് എന്നാണ്. ഇപ്പോൾ 90 മാർക്കോ അതിൽ കൂടുതലോ കുട്ടി ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എ പ്ലസ് എന്ന് വരണം. അല്ലെങ്കിൽ കോമ ഇട്ടിട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ എന്താണ് വരേണ്ടത്? അതല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് തൽക്കാലം എ എന്നുള്ള ഗ്രേഡ് കൊടുക്കാം. ഇത്രയാണ് നമുക്ക് ഒരു സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. ഈഫ് B2ൽ പറയുന്ന ഡാറ്റ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണെങ്കിൽ, അത് ശരിയാണെങ്കിൽ എ പ്ലസ് എന്ന് അവിടെ പ്രിൻ്റ് ചെയ്ത് വരും. അല്ലെങ്കിൽ എ എന്ന് പറയുന്ന അക്ഷരമായിരിക്കും അവിടെ വരിക. നമുക്ക് നോക്കാം. എൻ്റർ കീ പ്രസ് ചെയ്യാം. അപ്പോൾ എ ഇതിന് താഴേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ ഇത് താഴേക്ക് കൂടി അപ്ലിക്കബിൾ ആവും. ഇങ്ങനെ കോപ്പി ചെയ്യുക. ഇവിടെ ഈ ഒരു സെല്ലിൽ കർസർ കൊണ്ടുവരുമ്പോൾ കർസറിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ പ്രസ് ചെയ്ത് പിടിച്ച് താഴോട്ടേക്ക് വലിക്കുക. അപ്പോൾ ഇത് ഒരാൾക്ക് മാത്രമാണ് എ പ്ലസ്, ബാക്കി എല്ലാവർക്കും എ ആണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എയും എ പ്ലസും മാത്രമല്ല, ബി പ്ലസ്, ബി, സി പ്ലസ്, സി ഇതൊക്കെ വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കുക. ഈഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 കോമ അങ്ങനെയാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ കോമ കഴിഞ്ഞിട്ട് വരുന്നതാണ് വരിക, എ പ്ലസ് എന്ന് വരും. അതല്ല എങ്കിൽ കോമ, വീണ്ടും കോമ ഇടുക. ഒരു ഈഫ് കൂടി വെക്കുക. ഈഫ് B2 തന്നെ, B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 കോമ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. ഈഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 അത് ശരിയാണെങ്കിൽ എ പ്ലസ് എന്ന് പ്രിൻ്റ് വരും. അതല്ല എങ്കിൽ ഈഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80 ആണെന്ന് നോക്കൂ. അത് ശരിയാണെങ്കിൽ അവിടെ എ എന്ന് പ്രിൻ്റ് വരണം, ഡിസ്പ്ലേ വരണം. ഇപ്പോൾ എ. അതും ശരിയല്ല എങ്കിൽ നമുക്ക് വീണ്ടും നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ലാസ്റ്റ് വരെ കൊടുക്കാം. എല്ലാ ഗ്രേഡും നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാം. അപ്പോൾ അതും ശരിയല്ല എങ്കിൽ നമുക്ക് ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കാം. ഈഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70 ആൻഡ് എബോവ് ആണെങ്കിൽ കോമ നമുക്കവിടെ വരേണ്ടത് ബി പ്ലസ് എന്നാണ്. അതുമല്ല എങ്കിൽ കോമ ഈഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 കോമ അതാണെങ്കിൽ അവിടെ വരേണ്ടത് ബി എന്നാണ്. കോമ അതും അല്ലെങ്കിൽ ഒന്നുകൂടി ഈഫ് കൊടുക്കുക. ഈഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 അങ്ങനെയാണെങ്കിൽ 50 അതിൽ കൂടുതലോ ആണെങ്കിൽ അവിടെ വരേണ്ടത് സി പ്ലസ് എന്നാണ്. ഇപ്പോൾ കോഡ്സിൽ സി പ്ലസ്, കോഡ്സ് ക്ലോസ് ചെയ്യുക. കോമ അതും അല്ലെങ്കിൽ ഒരു ഈഫ് കൂടി കൊടുക്കുക. ഈഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40
40 അതിൽ കൂടുതലോ ആണെങ്കിൽ കോമ കോഡ്സിൽ സി. അതുമല്ല എങ്കിൽ ഒന്നുകൂടി കൊടുക്കുക, ഈഫ് B2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 കോമ കോഡ്സിൽ D+. കോഡ്സ് ക്ലോസ് ചെയ്യുക, കോമ. അതുമല്ല എങ്കിൽ വീണ്ടും നമ്മൾ ഈഫ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ലാസ്റ്റ് കണ്ടീഷനാണ്. ഇതൊന്നും അല്ല എങ്കിൽ കോഡ്സിൽ നമ്മൾ കൊടുക്കുക D. ഇനി എത്ര ബ്രാക്കറ്റാണോ ഓപ്പൺ ആക്കിയത് അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. നമ്മളിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത് 1 2 3 4. ഇവിടെ ഈഫിന് ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല, അത് ശ്രദ്ധിക്കുക, അത് എററായിട്ട് വരും ലാസ്റ്റ്. അല്ലെങ്കിൽ 4 5 6 7 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം ടോട്ടൽ. 1 ഓൾറെഡി ക്ലോസ് ചെയ്തു, ഇനി 2 3 4 5 6 7. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് നമ്മൾ കൊടുക്കാനുള്ളത്. ബാക്കി കോപ്പി ചെയ്താൽ മാത്രം മതി മറ്റൊരു സെല്ലുകളിലേക്ക്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോമ കൊടുക്കാൻ വേണ്ടി മറന്നു പോകരുത്. 2 A+ എന്നൊക്കെ പറയുമ്പോൾ കോഡ്സിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ആ ലോജിക്ക് കൂടി ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. വേറെ കോംപ്ലിക്കേഷനൊന്നും ഇതിൻ്റെ അകത്തില്ല. ഇത് തിയറിയിലും ചോദിക്കാം, പ്രാക്ടിക്കലിനും ചോദിക്കാം. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എൻ്റർ കീ പ്രസ് ചെയ്യുക, അതിനുശേഷം ഇത് കോപ്പി ചെയ്യുക, നേരത്തെ ചെയ്തതുപോലെ താഴേക്ക് കോപ്പി ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും ഗ്രേഡ് വന്നിട്ട് അതിനനുസരിച്ചിട്ട്. ഇത്രയേ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളൂ. ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.